വെറുതെ ഇരിക്കുന്ന സമയത്ത് നാമം ചൊല്ലിയിരുന്നൂടെ? അങ്ങനെയെങ്കിലും മനസ്സിനെ എൻഗേജ്ഡ് ആക്കാം. അപ്പോൾ ഒരു തരത്തിൽ എൻഗേജ്ഡ് ആക്കാത്ത ഒരു പ്രശ്നം തന്നെയാണ്. തൻ്റെ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അവരോട്. കഴിയുന്നത്ര കുട്ടികളുടെ കാര്യത്തിൽ ഇടപഴകാതിരിക്കുക. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുട്ടികളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മരുമകളുടെ കുറ്റം പറഞ്ഞു കൊടുത്താൽ മകന് വെറുപ്പ് വരും. ഈ വെറുപ്പ് അയാളുടെ കുടുംബജീവിതത്തെ താറുമാറാക്കും. അത് നമ്മൾ കണ്ടുവരുന്നു ഈ പ്രവണത. അതിൽ ഈ ഒരു മാറ്റം രക്ഷിതാക്കൾ വരുത്തേണ്ടതുണ്ട്. ഇനി ഭർത്താവിന്റെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയെ വീട്ടിലൊരു അതിഥിയെ പോലെ കാണാതിരിക്കുക. ആ വീട്ടിലെ ഒരു മെമ്പറായിട്ട്, ഒരു സഹോദരി തുല്യായിട്ട്, അമ്മയുടെ മുന്നിൽ സഹോദരിയായിട്ടും ഭാര്യയായിരിക്കരുത്. അതായത് അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ താൻ ചെയ്തു കൊടുക്കുമ്പോൾ അത് ഭാര്യയിലൂടെ ചെയ്തു കൊടുക്കുമ്പോൾ അത് ഭാര്യയുടെ കൂടെ അമ്മയായിട്ട് മാറ്റാനുള്ള ഒരു മാനസിക ഉന്നതി ഭർത്താവിനുണ്ടാവണം. ഇത് പലപ്പോഴും ഉണ്ടാവാറില്ലേ പല വീടുകളിലും. അപ്പൊ എന്റെ അമ്മ നിന്റെ അമ്മ വേറെ എന്നുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അപ്പൊ ഭാര്യയിലൂടെ തന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാര്യ ഒരു സഹോദരി തുല്യായിട്ട് മാറി ആ അമ്മയ്ക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അച്ഛന് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഹാർമണി ഉണ്ടാവും. ഇത് ഭർത്താവിന്റെ ഭാഗത്തുണ്ടാവേണ്ട ഉത്തരവാദിത്വമാണ്. ഇനി കയറി വരുന്ന പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടാവേണ്ട ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി അവിടേക്ക് കയറി വരുന്ന സമയത്ത് അവരുടെ വികാരങ്ങളെ മാനിക്കാതെ ഇന്ന് ഞാൻ കല്യാണം കഴിച്ചു, എന്റെ ഭർത്താവായി, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കണം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് എന്നുള്ള ചില പിടിവാശികളൊക്കെ അത് ഒരു നല്ല ഒരു സംസ്കാരമല്ലത്. കുറെയൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മളെയും പ്രസവിച്ച് വളർത്തിയ ഒരു അച്ഛനമ്മമാരുണ്ട്. അവർ വളരെയധികം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ വികാരങ്ങൾ നമ്മൾ മറക്കരുത്. എന്ന് മാത്രമല്ല, നാളെ നമുക്കും കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പെരുമാറണം. അതുകൊണ്ട് അച്ഛനമ്മമാരോട് വളരെ ആദരവ് വരുന്ന മരുമകൾക്ക് അതുണ്ടെങ്കിൽ തർക്കുത്തരം പറയാതിരിക്കുക. അവരുടെ കാര്യങ്ങൾ പറയാതറിയുക. കുഞ്ഞുണ്ണിമാഷ് പറയാറുണ്ട്, പറയാതറിയാൻ കഴിയുമോ ചൊറിമാന്തായവാൻ അറിയുമോ. ചൊറിമാന്ത എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് വർത്തമാനം പറയാതെ അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു സംസ്കാരം പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മകളെപ്പോലെ സ്നേഹിക്കാൻ അമ്മമാർക്ക് സാധിക്കും. എല്ലാ മനസ്സിലും സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം പുറത്തു കൊണ്ടുവരാൻ പറ്റാത്തതിന് കാരണം ചില പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വൈകല്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്നേഹത്തിന് പകരം വെറുപ്പാണ് പുറത്തു വരിക. ഒരിക്കൽ വെറുപ്പ് വന്നാൽ പിന്നെ തൊട്ടതൊക്കെ വെറുപ്പായിരിക്കും. ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ്